ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര എങ്ങോട്ടാണെന്ന് അപ്പോൾ അറിയാമോ? എൻ്റെ ഇന്നത്തെ യാത്ര യാത്ര തുടങ്ങുകയാണ്. ഞാൻ പോകാനായിട്ട് ബസ് ബസ് സ്റ്റാൻഡിലേക്ക് സ്റ്റോപ്പിലേക്ക് പോകാനായിട്ട് വന്ന് പോവുകയാണ്. നിൽക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഞാൻ അങ്ങ് ചെന്നതിന് ശേഷം യാത്രാ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഓരോന്നായിട്ട് പറയാം. അവിടെ വഴിയെ ചെന്നിട്ട് പോകുന്ന പറയാം. കാഴ്ചകളും വഴിയോര കാഴ്ചകൾ, അതിൻ്റെ ഭംഗി, ഓരോ ഈ സ്ഥലം ഏതാണെന്ന് അറിയാമോ? ഇതാണ് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ ഭൂപ്രകൃതി കണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ. ഇനി ഈ ബിൽഡിങ്സ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ അങ്ങ് പോകുമ്പം നമുക്ക് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ദൂരെ നിന്ന് നമുക്ക് ആ ക്ഷേത്രം കാണാം. ആ ക്ഷേത്രവും അതിൻ്റെ കുളവും നമുക്ക് കാണാം. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. ആ ക്ഷേത്രത്തിൽ പോകുന്നതിന് ഈ സ്റ്റോപ്പിൽ ഇറങ്ങണം. കൊട്ടാരക്കര വന്നിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇടത് സൈഡിലായിട്ട്, കൊല്ലത്ത് നിന്ന് വരുമ്പോൾ ഇടത് സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്നു ഗണപതി ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. നമ്മൾ മുമ്പ് അവിടെ HDCക്ക് പഠിക്കുന്ന സമയത്ത് കൊട്ടാരക്കര സെൻറ്ററിൽ പഠിക്കാൻ വരുമ്പം ഈ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് വരുമായിരുന്നു. ഇപ്പോൾ ഒരുപാട് നാളുകളായി ഈ അമ്പലത്തിൽ പോയിട്ട്. അങ്ങനെ ഞാൻ ഇന്നത്തെ യാത്രയുടെ സ്ഥലത്തെത്തി. ഇതാണ് നമ്മുടെ പുനലൂർ എന്ന് പറയുന്ന സ്ഥലം. ഇത് ഏത് നദിയാണെന്ന് എല്ലാവർക്കും അറിയാമോ? ഇതാണ് പെരിയാർ. ഈ പെരിയാർ നദിയുടെ മുകളിലായിട്ട് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ തൂക്കുപാലമുണ്ട്. അതാണ് ഈ പുനലൂരിൻ്റെ ഏറ്റവും സവിശേഷത. പുനലൂർ തൂക്കുപാലവും പേപ്പർ മില്ലും അതുപോലെ തന്നെ പാലരുവി വെള്ളച്ചാട്ടവുമാണ് പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും നല്ല പ്രകൃതി ഭംഗി വിളിച്ചോതുന്ന ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഈ 3 സ്ഥലങ്ങളുമാണ്. ഇത് കാണുന്നതിനായിട്ട് ധാരാളം പേര് എന്ന് വെച്ചാൽ പാലരുവി വെള്ളച്ചാട്ടവും ഈ പാലവും തൂക്കുപാലവും കാണുന്നതിന് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെയൊക്കെ വരാറുണ്ട്. ഈ പാലം കണ്ട, ഇതിൻ്റെ ഈ സൈഡിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ നമുക്ക് നടക്കാൻ അനുവാദമുണ്ട്. നല്ല രസമാണ്. നല്ല കനത്ത മഴയായിരുന്നു. ഇന്ന് മഴ കാലവർഷം തുടങ്ങിയ ഒരു ദിവസവും കൂടിയാണ്. എന്തായാലും ഞാൻ ഇന്ന് ഈ പാലത്തിൽ കയറി ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ നടന്നു. ദാണ്ട ഇത് കണ്ട, ഇവിടെ എല്ലാം നല്ല ചെടികളെല്ലാം ഇങ്ങനെ ഈ പാലത്തിൻ്റെ കൈവരികളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പല വെറൈറ്റി ഉണ്ട്. ദാണ്ട ഇത് നോക്കിയാണ് ഇലച്ചെടികളൊക്കെ നിൽക്കുന്നു. അതുപോലെ തന്നെ നല്ല പൂക്കളൊക്കെ ഉള്ളതും വെറും ഇലച്ചെടികളും അങ്ങനെയുള്ള ഒരുപാട് ചെടികൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. കണ്ട അങ്ങ് ഉയരത്തിലൊരു പൂ പിടിച്ച് നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു. ഈ ചെടികളുടെ വീഡിയോ എല്ലാം ഈ സൈഡിൽ കൂടെ നടന്നെടുത്തു. ഭയങ്കര റിസ്ക്കാണ്. നല്ല തിരക്കുണ്ട്. റോഡിൽ ഒരു രക്ഷയില്ല. വളരെ കെയർഫുള്ളായിട്ട് നിന്ന് വേണം വീഡിയോ എടുക്കാൻ. കാരണം റോഡും ഈ കൈവരിയുടെ ഈ അരികും തമ്മിൽ അത്ര വ്യത്യാസമില്ല. പൊക്കം കുറവാണ്. അപ്പോൾ തറനിരപ്പിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ കാണപ്പെടുന്നത് കൊണ്ട് നമ്മൾ അത്രയ്ക്ക് സൂക്ഷിച്ച് നിന്ന് വേണം വീഡിയോ എടുക്കാൻ. ഇതാണ് തൂക്കുപാലം. ഈ തൂക്കുപാലത്തിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഇതിന് കമ്പികളൊന്നും ഇല്ല. അതിൻ്റെ തൂണുകളൊന്നും താഴെയില്ല. ഇതിങ്ങനെ തൂണുകളൊന്നും ഇല്ലാതെ ഈ കമ്പികളിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന ഒരു പാലമാണ്. കമ്പിയുടെ സപ്പോർട്ടോടുകൂടി ഇങ്ങനെ തൂക്കി ഇട്ടിരിക്കുന്ന ഒരു പാലമാണ്. കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന പട്ടണമാണ് ഈ പുനലൂർ എന്ന് പറയുന്നത്. പെരിയാർ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന തൂക്കുപാലം വളരെ ഫേമസാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നിർമ്മിച്ച ഈ പാലം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്നാണ്. അപ്പോൾ എല്ലാവരെയും ആകർഷിക്കുന്നത് ഈ പാലമാണ്. അതുപോലെ തന്നെ മനോഹരമായ സ്ഥലങ്ങളുണ്ട്. പച്ചപ്പ് വിരിച്ച് കിടക്കുന്ന മനോഹരമായ മലകളും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണ് ഈ പുനലൂരെന്ന് പറയുന്നത്. ഈ നദി അറിയാല, പെരിയാർ നദി. അതിൻ്റെ കുറുകെയാണ് ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് ഈ പാലം നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ആൽബർട്ട് ഹെൻറി ടാനർ. 1877 ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. പൂർണ്ണമായിട്ടും കമ്പികളിൽ തൂക്കിയിട്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു പാലം.
ഈ എൻഡ് തൊട്ട് അങ്ങേ എൻഡ് വരെ നമുക്ക് നടന്ന് കാണാം. അതിൻ്റെ താഴെ വെള്ളം കണ്ട, വെള്ളം അത്ര തെളിഞ്ഞ വെള്ളമല്ല, കലങ്ങി വന്നിരിക്കുന്ന വെള്ളമാണ്. ഈ മഴ ഇന്നത്തെ കനത്ത മഴയിലെ വെള്ളമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. ഞാൻ പാലത്തിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വളരെയധികം ആസ്വദിച്ചു. മഴയൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാൻ എനിക്ക് ഇടയ്ക്ക് ഞാൻ ചിന്തിക്കും, പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, താഴെ നദിയാണ്. ഓരോരുത്തർ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു കാഴ്ചകളാണ്. വീഡിയോ എടുക്കാനാണ് എല്ലാവരും പാലത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്. എല്ലാവരും ഉണ്ട്. കുറേ പേര് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്, തിരിച്ച് വരുന്നുണ്ട്. ഇത് നടന്നു പോകുന്നതിനുള്ള ഒരു വഴിയാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ നദിയിലെ കാഴ്ചകൾ കാണുന്നത് അതിഗംഭീരമാണ്. അതിൻ്റെ ഇരു സൈഡിലുമുള്ള മരച്ചെടികൾ അത് നല്ല ഭംഗിക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്. പാലം, അതിൻ്റെ മുകളിലൂടെ നമ്മുടെ റോഡ്, അവിടെ ഭയങ്കര വാഹനമാണ്. എൻ്റെ ദേഹത്ത് വെള്ളം തെറിപ്പിച്ച് വിട്ടു. ഒരു അച്ഛൻ മോനെ ഫോട്ടോ എടുക്കുന്നു. മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടി നടക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് നടന്ന് അങ്ങ് വരെ പോയി. അവിടെ ഒരു പയ്യൻ നിന്നു. ആ പയ്യനെ കൊണ്ടൊരു ഫോട്ടോ എടുപ്പിച്ചു. എന്നിട്ട് ഞാൻ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഈ നദിയുടെ ഭംഗി ആസ്വദിക്കുന്നു. പെരിയാർ നദിയാണ്. പുനലൂർ നമ്മൾ വഴിയെ വരുമ്പോൾ ഉള്ള കാഴ്ചകൾ നല്ല മലനിരകളും നല്ല മനോഹരമായ കൃഷിസ്ഥലങ്ങളും നല്ല ഭംഗിയാണ് കാണാൻ. അതും കണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് വരാം. പുനലൂരിൽ നിന്ന് കൊട്ടാരക്കര വരെ ഒരു തിരക്കൊന്നും വലുതായിട്ടില്ല. നല്ല സ്മൂത്തായിട്ട് ഇങ്ങി വരും. എന്നാൽ കൊട്ടാരക്കര കഴിഞ്ഞാൽ വലിയ പാടാണ്, ഭയങ്കര ട്രാഫിക്കാണ്, ഒരു രക്ഷയില്ല. പാലത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ ആവോളം കുടയൊക്കെ പിടിച്ചിട്ടുണ്ട്. കാരണം മഴയുണ്ട്. ഒരു ചാറ്റൽ മഴ വീണാൽ തന്നെ എനിക്ക് ജലദോഷത്തിൻ്റെ വിഷയം വരും. അത് കാരണം ഞാൻ കുട നൂത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോയും ഒക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ എല്ലാ വ്യൂവും കിട്ടത്തക്കവണ്ണം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നു. എല്ലാവരുടെയും കൂടെ 3-4 പേരൊക്കെ വീതമുണ്ട്. ഞാൻ മാത്രമാണ് ഏകയായി യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഫോട്ടോ എടുക്കുന്നതിൽ ചില വിഷയങ്ങളൊക്കെ കാണും, എന്തെങ്കിലും പോരായ്മകളൊക്കെ കാണും. എങ്കിലും എല്ലാ കൂട്ടുകാരും പുനലൂർ തൂക്കുപാലത്തിൻ്റെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാരും കാണണം. എന്നിട്ട് അവസരം കിട്ടിയാൽ ഈ പുനലൂർ തൂക്കുപാലം കാണാൻ പോകണം. അതിമനോഹരമാണ്. മഴയൊന്നും എനിക്ക് വിഷയമില്ല. ഞാൻ ഇങ്ങനെ നടന്ന് ആസ്വദിക്കുന്നു. ഏതാണ്ട് ഒരു 20 മിനിറ്റോളം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം വൈകുന്നേരം ആയാൽ എനിക്ക് പിന്നെ വെപ്രാളം തുടങ്ങും. എത്രയും പെട്ടെന്ന് ഇങ്ങ് വീട്ടിലെത്തുക എന്നുള്ളതാണ് എൻ്റെ ചിന്ത. 4:19 ഞാൻ അവിടെ നിന്ന് തിരിച്ച് പുറപ്പെട്ടു. ബസ്സുകൾ നല്ല തിരക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മഴയൊക്കെ ആയതുകൊണ്ടും എല്ലാം കൊണ്ടും. എൻ്റെ വീഡിയോ എടുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തൂക്കുപാലം എല്ലാവരും കണ്ടോളൂ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആസ്വദിക്കുകയാണ്. പാലവും കൂടെ കിട്ടത്തക്കവണ്ണം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പെരിയാർ നദി കണ്ട എല്ലാ കൂട്ടുകാരും, കാണാത്ത കൂട്ടുകാർ കാണുക. വെയിൽ ഒന്നും ഇല്ല, നല്ല മഴയായത് കാരണം ഇത്രയും ക്ലിയർ ആയിട്ടൊക്കെ കിട്ടു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റ.